തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ബാലൻ കോണിപ്പടിയുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ച് കൊണ്ടാഴിയിലെ കോൺഗ്രസ് പ്രവർത്തകർ. ബാലൻ കോണിപ്പടി രണ്ടാം അനുസ്മരണ യോഗം കൊണ്ടാഴിയിൽ നടന്നു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് നിർവാഹക സമിതി അംഗം, ചേലക്കര നിയോജക മണ്ഡലം, കൊണ്ടാഴി മണ്ഡലം യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നീ നിലകളിലും സൌത്ത് കൊണ്ടാഴി, രശ്മി നഗർ ഗ്രാമീണ വായനശാല, ബസ് സ്റ്റോപ്പ്, ദീപം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നിവയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ബാലൻ കോണിപ്പടി നേതൃത്വം നൽകി. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ബാലൻ കോണിപ്പടിയുടെ രണ്ടാം അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി പി സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങളെ, സുഹൃത്തുക്കളെ, ശ്രീ ബാലന്റെ രണ്ടാം ജന്മവാർഷിക ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. പ്രിയപ്പെട്ട ബാലനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് സ്മരിക്കാനുണ്ട്. രാഷ്ട്രീയ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ 1989 ശേഷം കോൺഗ്രസിന്റെ ആരംഭകാലത്തിൽ ASU രാഷ്ട്രീയം കഴിഞ്ഞ്, വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രഥമ ചേലക്കര നിയോജക മണ്ഡലത്തിലെ പ്രഥമ പ്രസിഡന്റായി അന്ന് ഞങ്ങളൊരു 25 സഹപ്രവർത്തകരെ ഒരുമിച്ച് കൂടി. അന്ന് റേഷൻ കട, കൊച്ചിയുടെ റേഷൻ കട അവിടെയായിരുന്നു. ഇന്നും കാണുന്ന ബാബുവിൻ്റെ വീട്ടിൽ മുകളിലുള്ള ആ ഒരു റൂമ് ഞങ്ങൾ 6-7 വാർഡുകൾ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായി തുറന്നു. അവിടെ വെച്ച് ഇന്ന് DCC പ്രസിഡന്റായിരുന്ന ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് അന്ന് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു പ്രിയപ്പെട്ട ഉത്തരമാൻകുട്ടിയാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻ പാറത്തൊടി അധ്യക്ഷത വഹിച്ചു. ചേലക്കര നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശിവൻ വീട്ടിക്കുന്ന്, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ TK കൃഷ്ണൻകുട്ടി, MK അബ്ദുൾ റഹ്മാൻ, ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് KA സുന്ദരൻ, മറ്റ് ബാലൻ കോണിപ്പടിയുടെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, കൊണ്ടാഴി.